ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്തറിന്റെ പഴയ പേര് സുദാമാപുരി. 1919 മഹാത്മാഗാന്ധി ആരംഭിച്ച പത്രം യങ് ഇന്ത്യ. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു? ഖിലാഫത്ത് പ്രസ്ഥാനം. ഗാന്ധിജി ജനിച്ച വീട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കീർത്തി മന്ദിർ. ഖാദിയെ സ്വാതന്ത്ര്യത്തിന്റെ അംഗവസ്ത്രം എന്ന് വിശേഷിപ്പിച്ചതാര്? മഹാത്മാഗാന്ധി. എനിക്ക് സ്വാതന്ത്ര്യം വേണം, അടുത്ത സൂര്യോദയത്തിനു മുമ്പ് ലഭിക്കുമെങ്കിൽ അത്രയും വേഗം. ഏത് സമരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്? ക്വിറ്റ് ഇന്ത്യ. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഈ വരികൾ ആരുടേതാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കി രചിച്ച നോവൽ ഏത്? ആനന്ദമഠം. ചോദ്യോത്തര രൂപത്തിൽ ഗാന്ധിജി രചിച്ച ഗ്രന്ഥമേത്? ഹിന്ദ് സ്വരാജ്. ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം എന്താണ്? സത്യമേവ ജയതേ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമമേത്? ഫിനിക്സ്. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി? മദൻ മോഹൻ മാളവ്യ. ബർദോളി സത്യാഗ്രഹം നടന്നത് ഏത് വർഷമാണ്? 1928. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ബാലഗംഗാധര തിലകൻ. മലബാർ ലഹള നടന്ന വർഷം? 1921. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആദ്യം മുദ്രണം ചെയ്യപ്പെട്ട ചിത്രം? ഇന്ത്യൻ ദേശീയ പതാക. ഗാന്ധിജി ഗോപാലകൃഷ്ണ ഗോഖലെ ആദ്യമായി കണ്ടുമുട്ടിയ വർഷം? 1896. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട ഭക്തിഗാനമായ രഘുപതി രാഘവ രാജാറാം എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് ആര്? വിഷ്ണു ദിഗംബർ പലോസ്കർ. 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന്റെ ആദ്യ സത്യാഗ്രഹിയായി ഗാന്ധിജി പ്രഖ്യാപിച്ചത് ആരെയാണ്? ജവഹർലാൽ നെഹ്റു. 1928 ബർദോളിയിൽ നികുതി നിഷേധ സമരം നയിക്കാൻ ഗാന്ധിജി ആരെയാണ് ചുമതലപ്പെടുത്തിയത്? സർദാർ വല്ലഭായ് പട്ടേൽ. ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം ഏത് വർഷമായിരുന്നു? 1908. ഗാന്ധിജിയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് തങ്ങളുടെ ഔദ്യോഗിക പതാക പകുതി താഴ്ത്തി കെട്ടിയ അന്താരാഷ്ട്ര സംഘടന ഏത്? ഐക്യരാഷ്ട്രസഭ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷമേത്? 1915.